നല്ല സംസ്കാരത്തിന്റെയും മൂല്യങ്ങളുടെയും വിത്തുകൾ കുഞ്ഞുങ്ങളിൽ ഉൾപ്പെടെ എല്ലാവരുടെയും മനസ്സിൽ നിക്ഷേപിക്കുവാനും പൂർവികർ നമുക്ക് കാട്ടിത്തന്ന മഹത്തായ സംസ്കൃതിയെ വീണ്ടെടുക്കാനുമുള്ള ആഹ്വാനമാണ് വിഷുവെന്ന് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. ഓണം വിളവെടുപ്പിന്റെ ഉത്സവമാണെങ്കിൽ വിഷു മണ്ണിൽ വിളവിറക്കുന്ന ഉത്സവമാണ്. ഭൗതിക സമ്പത്തും ആത്മീയ നേട്ടങ്ങളും എല്ലാം ചേർന്ന പ്രകൃതിയുടെ ലഘുരൂപമാണ് വിഷുക്കണി. കണ്ണന്റെ സുന്ദര രൂപവും പ്രകൃതി കനിഞ്ഞു നൽകിയ സമൃദ്ധിയും കണികണ്ട് ഐശ്വര്യപൂർണമായ പുതുവർഷത്തെക്കുറിച്ചുള്ള സന്തോഷത്തോടെയാണ് വിഷു ആഘോഷിക്കേണ്ടതെന്നും അമ്മ വിഷുദിന സന്ദേശത്തിൽ പറഞ്ഞു. സന്തോഷത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശമായാണ് വിഷു വന്നെത്തുന്നത്. അണ്ണന്റെ സുന്ദരരൂപവും പ്രകൃതി കനിഞ്ഞരുളിയ സമൃദ്ധിയും കണികണ്ട് ഐശ്വര്യപൂർണമായ ഒരു വർഷത്തെക്കുറിച്ചുള്ള സന്തോഷത്തോടെ നമ്മളെല്ലാവരും വിഷു ആഘോഷിക്കുന്നു. ഓണം നമുക്ക് വിളവെടുക്കുന്ന ഉത്സവമാണെങ്കിൽ വിഷു മണ്ണിൽ വിത്തിറക്കുന്ന ഉത്സവമാണ്. ഭൂമി ആ വിത്തുകളെ സ്വീകരിച്ച് മുറുമേനിയായും ആയിരമേനിയായും അത് നമുക്ക് തിരികെ നൽകുന്നു. ആ സമൃദ്ധിയുടെ സൃഷ്ടിയിൽ മനുഷ്യന്റെ ചെറിയ പങ്കാണ് വിത്തിടുക എന്നത്. അതുപോലെ തന്നെ നല്ല സംസ്കാരത്തിന്റെയും മൂല്യങ്ങളുടെയും വിത്തുകൾ കുഞ്ഞുങ്ങളുടെയും ഇളവരുടെയും മനസ്സിൽ നിക്ഷേപിക്കാനുള്ള ആഹാരം കൂടിയാണ് വിഷു. പ്രപഞ്ചത്തിൽ തന്നെ ഒരു ലഘുരൂപമാണ് വിഷുക്കണി എന്ന് പറയാറുണ്ട്. അതിലെല്ലാം ഉണ്ട്. വിധങ്ങളായ പ്രകൃതി വിഭവങ്ങൾക്ക് പുറമെ ഭൗതികമായ സമ്പത്തുകൾ, ആത്മീയമായ നേട്ടങ്ങൾ, വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങൾ, വ്യത്യസ്ത അധ്യാത്മ മാർഗങ്ങൾ എല്ലാം പ്രതീകാത്മകമായി അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സ്വഭാവ ഗുണങ്ങൾക്ക് അനുസരിച്ച് വ്യത്യസ്ത മാർഗമായിരിക്കും ഓരോരുത്തർക്കും വേണ്ടത്. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി മണ്ണിനെയും മലകളെയും നദികളെയും എല്ലാ ജീവജാലങ്ങളെയും അനന്യഭാവത്തിൽ ആദരിച്ചും ആരാധിച്ചും സംരക്ഷിച്ചും ജീവിക്കണം. അങ്ങനെ നമ്മൾ ജീവിച്ചിരുന്ന മഹത്തായ സംസ്കൃതി നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു. അതിനെ വീണ്ടെടുക്കാനുള്ള ആഹ്വാനമാണ് വിഷു. എല്ലാ ജീവരാശികളോടും കാരുണ്യം കാട്ടുവാനും സസ്യശ്യാമള കോമളമായ ഭൂമിയെ വീണ്ടെടുക്കുവാനും ഈ വിഷുദിനത്തിൽ നമുക്ക് ആത്മസമർപ്പണം ചെയ്യാം. അതിനുള്ള വേഗവും പ്രയത്നവും ഉണ്ടാവാൻ കൃപ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.